ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ നാരായണീയം. നമുക്ക് ചർച്ച ആരംഭിക്കാം. ആദ്യം ഒരു കീർത്തനം പാടിയതിനു ശേഷം നമുക്ക് സത്സംഗം ആരംഭിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. Hare Krishna
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. പ്രഭുജി മെല്ലെ സംസാരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ,
लोकेर प्रेमधन हरिनाम संकीर्तन की जय। रामाचार्य श्री हरिदास ठाकुर की जय। श्रील प्रभुपाद जी की जय। निताई गौर प्रेमानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवती नैष्ठिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ഹരേ കൃഷ്ണ. ഇന്ന് നാരായണീയം ദിനമാണ്. നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയത്തെ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചൊരു ദിവസമാണ്. ഈ സുദിനത്തിൽ നമുക്ക് നാരായണീയം പറ്റുന്നിടത്തോളം ദശകങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതി ഗിരിം യത്കൃപാതമാനന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. गुरु महाराज की जय. श्री प्रभुपाद जी की जय. चैतन्य महाप्रभु की जय. सद्गुरु स्वामीगण की जय. जय श्री कृष्ण चैतन्य नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव. हरे कृष्ण 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 हरे राम 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 हरे. हरे कृष्ण. ചർച്ച ആരംഭിക്കാം. ഇരുപത്തിയാറാമത്തെ ദശകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 26ാമത്തെ ദശകം ഗജേന്ദ്രമോക്ഷമാണ്. നമുക്ക് ആരംഭിക്കാം. ഇന്ദ്രദ്യുമ്ന എന്ന് പറഞ്ഞ രാജാവ് ഇന്നത്തെ ഈ ദിവസം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ തൃപ്പാദത്തിൽ 100 ദശകം പൂർത്തീകരിച്ച ദിവസമാണ്. നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ഇന്നത്തെ നാരായണീയം ആരംഭിക്കാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡ അധിരാജ. പാണ്ഡ്യരാജ്യത്തിൽ ഇന്ദ്രദ്യുമ്ന എന്ന് പറയുന്നൊരു രാജാവുണ്ട്. ത്വദ്ഭക്താത്മാ, അദ്ദേഹം അങ്ങയുടെ വലിയൊരു ഭക്തനായിരുന്നു. ചന്ദനാദ്രൗ, മലയാപർവ്വത്തിൽ, കഥാചിത്, ഒരിക്കൽ, ത്വത്സേവയാം മഗ്നധീ, അങ്ങയുടെ ധ്യാനത്തിൽ മഗ്നനായിട്ടിരിക്കുന്ന സമയത്ത്, ആലുലോകേന ഏവ, ആരും അവിടെ ശ്രദ്ധിക്കാനില്ലായിരുന്നു, ആരുടെയും ഒരു ശല്യമില്ലായിരുന്നു. ആഗസ്ത്യം പ്രാപ്തം, അഗസ്ത്യമുനി അവിടെ വന്നു. ആതിഥ്യകാമം, എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു അഗസ്ത്യമുനി ശിഷ്യരുമായിട്ട് വന്നതാണ്. എന്നിട്ട് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് എന്തെങ്കിലുമൊക്കെ ആർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്ത് അതൊരു മര്യാദയാണല്ലോ. പക്ഷെ ഇദ്ദേഹം ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നു എന്ന് അഗസ്ത്യമുനി മനസ്സിലാക്കിയില്ല. എന്നിട്ട് ഇത്രയും ജ്ഞാനിയായിട്ടുള്ള ഒരു അഗസ്ത്യമുനിക്ക് അത് അറിഞ്ഞില്ല എന്നാണോ? ഇത് ഭഗവാന്റെ ഒരു നിയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? കുംഭോദ്ഭൂതി, അഗസ്ത്യമുനി സംവൃത ക്രോധഭാര, ദേഷ്യത്തോടുകൂടി, സ്തബ്ധാത്മത്വം, നീ ഇത്രയ്ക്ക് ഒരു മര്യാദയില്ലാത്ത വ്യക്തിയാണോ എന്ന് ചിന്തിച്ചിട്ട്, ഹസ്തിഭൂയം ഭജ ഇതി,
ഒരു ആനയായി പോവട്ടെ എന്ന് ശപിച്ചു. ശപ്ത്വ അത് ഏനം, ശാപം കൊടുത്തു. പ്രത്യഗാത്, എന്നിട്ട് അവിടുന്ന് പോയി. സ അപിലേഭേ ഹസ്തി ഇന്ദ്രത്വം, അങ്ങനെ ഒരു ആനയുടെ രൂപം ലഭിച്ചു. ത്വത്സ്മൃതി വ്യക്തിധന്യം. പക്ഷെ അതേ സമയത്ത് പൂർവ്വജന്മത്തിൽ ഭഗവാനെ ധ്യാനിച്ചതിൻ്റെ ആ ഓർമ്മകളൊക്കെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിൻ്റെ ഉള്ളിൽ നല്ല വ്യക്തമായിട്ടുണ്ടായിരുന്നു. ദുഗ്ധാംബോധേ മധ്യഭാജി, അങ്ങനെ പാൽ സാഗരത്തിൽ, ക്ഷീരസാഗരത്തിൻ്റെ മധ്യത്തിൽ ത്രികുടേ ക്രീഡേന ശൈലേ. ഈ പാൽ സാഗരം എന്ന് പറയുന്നത് രണ്ടുണ്ട്. ഒന്ന് സപ്തസമുദ്രങ്ങളിലൊന്നും, പിന്നെ നമ്മുടെ ഭഗവാൻ പള്ളി കൊള്ളുന്ന ധ്രുവലോകത്തിൻ്റെ അവിടെയും ഒരു ക്ഷീരസാഗരമാണ്. എന്നാൽ ഇവിടെ സപ്ത സമുദ്രങ്ങളിലൊരു ക്ഷീരസാഗരത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ എന്തു പറ്റി? ത്രികുടേ ക്രീഡേന ശൈലേ, ആ ത്രികുടാചല പർവ്വത്തിൻ്റെ കീഴിലായിട്ട്, തീരത്തായിട്ട് ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യൂതപ അയം വശാഭി, ഗജേന്ദ്രൻ പൊതുവെ ഈ ആനക്കൂട്ടത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആനയായിരുന്നു. ഇന്ദ്രദ്യുമ്ന രാജാവാണ് ഗജേന്ദ്രനായത്, അല്ലേ? ഗജങ്ങളിൽ ഇന്ദ്രൻ തന്നെ അതേപോലെയായിരുന്നു. സർവാൻ ജന്തൂൻ അത്യവതിഷ്ഠ, എല്ലാ ജീവജാലങ്ങളെയും അവരുടെ എല്ലാം ശക്തികളെയും മാറ്റുന്ന രീതിയിലായിരുന്നു. അത്രയ്ക്ക് ശക്തനായിരുന്നു. ശക്തിയ ത്വദ്ഭക്താനാം, അങ്ങയുടെ ഭക്തർ, കുത്രാത്ത ന ഉത്കർഷലാഭ. എന്നാൽ ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അങ്ങയുടെ ഭക്തർ എവിടെയെങ്കിലും പുറകോട്ട് നിൽക്കുമോ? അവർ ഏത് കാര്യം ചെയ്താലും ഉത്തമൻ. ആനയെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആന, അല്ലേ? അന്നേരം ഇത്രയും ശക്തനായിട്ടുള്ള അങ്ങയുടെ ഉത്തമ ഭക്തനാണെങ്കിൽ പിന്നെ ആ ഭക്തന് എന്തെങ്കിലും ഒരു കുറവ് വരുമോ? അതുകൊണ്ട് ആനയാണെങ്കിലും ആനയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭക്തിയിൽ മുന്നേറുമ്പോൾ, ഭക്തി നാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവ് വരത്തില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനല്ലേ നമ്മുടെ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ നാമമല്ലേ നമ്മൾ ജപിക്കുന്നത്. ശരി, പോയിട്ടു സുമന്ത്രൻ വരുമല്ലേ? ഹരീഷ് ഗുരുവായൂരപ്പനെ കേട്ടോ, പറഞ്ഞ പോലെ മെസ്സേജ് കേട്ടോ. ശരി, പോയിട്ടു. അന്നേരം ഭഗവാനെ കുറിച്ച് ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, കുത്രന ഉത്കർഷലാഭം ത്വദ്ഭക്താനാം. അന്നേരം ഇവിടെ പറയുന്നു യൂതപ അയം വശാഭി. അന്നേരം മറ്റു പിടിയാനകളോട് കൂടി ഇങ്ങനെ പോവുകയായിരുന്നു. സർവാഞ്ജന്തൂൻ അവതൃഷ്ട, സർവാഞ്ജന്തൂൻ അത്യവർത്തിഷ്ഠ. അത്രയും ശക്തനായിരുന്നു. എല്ലാവരെയും കാട്ടിയും വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ശക്തിയാ ത്വദ്ഭക്താനാം, നല്ല ശക്തനായിട്ടുള്ള ഒരു ആനയായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു ത്വദ്ഭക്താനാം, അങ്ങയുടെ ഭക്തരിൽ കുത്രന ഉത്കർഷലാഭം, അവരെന്തുകൊണ്ട് ശ്രേഷ്ഠരാകത്തില്ല? അങ്ങയുടെ ഭക്തരല്ലേ, അങ്ങയുടെ നാമം ഭജിക്കുന്നവർ എന്തുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ പുറകിലാകുമോ? സ്വേനസ്തേന, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശക്തിയാൽ, ദിവ്യദേശത്വശക്തിയാ, ആ ഒരു സ്ഥലത്തിൻ്റെ ഇതുകൊണ്ടും, സ അയം, ഈ ഗജേന്ദ്രൻ, ഖേദാൻ അപ്രജാനാൻ, അന്നേരം ഒന്ന് ഗജേന്ദ്രൻ്റെ സ്വന്തം ശക്തിയാണ്. അതുകൂടാതെ ആ ഒരു പ്രദേശം സാധാരണ പ്രദേശമല്ല. പൊതുവേ നമ്മൾ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ പുരാണങ്ങളും ശാസ്ത്രങ്ങളും അനുസരിച്ച് ഭൂമണ്ഡലം എന്ന് പറയുന്ന വലിയൊരു പ്രദേശമാണ്. സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും അടങ്ങിയ ഈ ഒരു ഭൂമണ്ഡലം, അതിലെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഈ ഭൂമി. നടുക്കലത്തെ ദ്വീപായ ജംബൂ ദ്വീപ്, ആ ജംബൂ ദ്വീപിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡം. അതാണ് നമ്മുടെ ഭൂമി. പക്ഷെ മറ്റുള്ള ആ ഒരു ഭൂമണ്ഡല പ്രദേശങ്ങളൊന്നും നമുക്ക് ആക്സസിബിൾ അല്ല. നമുക്കതൊന്നും കാണാനോ അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാനോ കഴിയില്ല. നമ്മൾ എപ്പോഴും നമുക്ക് പ്രവേശിക്കാനും താമസിക്കാനും പറ്റിയ ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെപ്പോഴും ഇരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നു
അന്നേരം ഈ ഭൂമണ്ഡലത്തിൽ തന്നെ പാൽ സമുദ്രമുള്ള അതിൻ്റെ അടുത്തുള്ള ദ്വീപ്, അവിടെയാണ് ഈ ത്രികുടാചല പർവ്വതം. അവിടെയാണ് ആ ത്രികുടാചല പർവ്വതത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഗജേന്ദ്രൻ വിഹരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവിടെ പറയുന്നു സ്വേന സ്ഥേന, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശക്തിയാലും ആ ദിവ്യത്വമായിട്ടുള്ള സ്ഥലം. എന്തുകൊണ്ട് ദിവ്യത്വം എന്ന് പറയുന്നു? സ്വർഗലോകം മുകളിലോട്ടാണെങ്കിലും മുകളിൽ നിന്നും താഴെ 7ാമത്തെ ലോകമാണ് നമ്മുടെ ഈ ഭൂമണ്ഡലം. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഭൂമിക്ക് പുറത്തുള്ള നമുക്ക് ഈ നമ്മൾ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ആ സ്ഥലങ്ങൾ, അവിടെയൊക്കെ ദേവലോകവാസികളുണ്ട്. ദേവന്മാരും, ഇപ്പോൾ മറ്റു മതത്തിലൊക്കെ ഏഞ്ചൽസ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ. അന്നേരം അവരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അവരെ കാണാൻ കഴിയില്ല, കാരണം അവരെ കാണണമെങ്കിൽ അവരെ കാണാനുള്ള യോഗ്യത വേണം. അന്നേരം അങ്ങനെയുള്ള ഭൂമിയിലും പല പല സ്ഥലങ്ങളുണ്ട്, നമുക്ക് അറിയാൻ പറ്റാത്ത, ഗ്രഹിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവിടെയാണ് ഈ ഗജേന്ദ്രൻ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ സ്ഥലം സാധാരണ സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ, അതുകൂടാതെ ഗജേന്ദ്രൻ്റെ സ്വന്തം ശക്തി കൊണ്ടും ഗജേന്ദ്രന് ഖേദാൻ അപ്രജാനാൻ അവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കഥാചിത് ഒരു ദിവസം ശൈലപ്രാന്തേ, അന്നേര മലയുടെ ഏറ്റവും ചുവട്ടിൽ ധർമ്മതാന്ത, സൂര്യൻ്റെ ആ പ്രകാശം അതി തീക്ഷണമായതുകൊണ്ട് സരസ്യാം യൂതേ സാർദ്ധം, അവിടെ ആനക്കൂട്ടത്തോടു കൂടി വെള്ളം കുടിക്കാനായിട്ട് വന്നു. ത്വത്പ്രണുന്ന, അത് അങ്ങയുടെ തന്നെ പ്രേരണയാലാണ് എന്ന് പറഞ്ഞു. അഭിരേമേ, അന്നേരം ഒന്ന് രസിക്കാൻ വേണ്ടി ആ വെള്ളത്തിൻ്റെ അവിടെ വന്നിരിക്കുകയായിരുന്നു. ഹൂഹു താവത്, അന്നേരം ഹൂഹു എന്ന് പറയുന്ന ആ ഗന്ധർവൻ ദേവലസ്യഭിശാപാത്, ദേവലൻ എന്ന് പറയുന്ന ഋഷിയുടെ ശാപത്താൽ ഗ്രാഹിഭൂത, ഒരു മുതലയായിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിലുണ്ടായിരുന്നു. തഥജലേ വർത്തമാന, ആ ജലത്തിൽ വെച്ച് തന്നെ ഈ ഗജേന്ദ്രൻ്റെ കൂട്ടുകാരായിട്ടുള്ള എല്ലാ ആനകളും ഇങ്ങനെ വിഹരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുകയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹുഹു എന്ന് പറയുന്ന ഗന്ധർവൻ, മുതലായിട്ടുള്ള ആ ഗന്ധർവൻ എന്ത് ചെയ്തു? നേരെ വന്ന് ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ചു. പാദദേശേ ശാന്തി അർത്ഥഹി ശ്രാന്തി അസീ സ്വാകാമം. എന്നിട്ട് ഇവിടെ മേൽപ്പത്തൂർ നാരായണപ്പട്ടി തിരുപ്പാട് പറയുന്നു, അങ്ങ് പൊതുവെ ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പരമശാന്തി അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ തന്നെ നിയോഗത്താലാണ് ഗജേന്ദ്രൻ അവിടെ വരികയും അവിടെ ആ മുതല ഉണ്ടായിരുന്നതും ആ മുതല കാലിൽ തന്നെ പിടിച്ചതും എന്ന് പറയുന്നു. ത്വത്സേവയ, കാരണം എന്താണ്? ആ മുതല പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ്? എല്ലാ ദിവസവും ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടന്നേനെ അല്ലേ? അതുകൊണ്ട് ഭഗവാൻ ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തതാണെന്ന് പറയുന്നു. ത്വത്സേവയാ വൈഭവാത്, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന എന്തിനാണ്? ഈ മുതലേ പോലെയാണ്. ഓർക്കാപ്പുറത്തൊരു മുതല വന്ന് ഇങ്ങനെ കാലിൽ വന്നിങ്ങനെ കടിക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടി. ഭഗവാന്റെ ആ വൈഭവം നമ്മൾ മനസ്സിലാക്കാനും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കാനും നമുക്ക് ലഭിക്കുന്ന ഈ സൗഭാഗ്യമൊന്നും നമ്മുടെ കഴിവല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അന്നേരം 6ാമത്തെ ശ്ലോകം, ത്വത്സേവയാ വൈഭവാത്, അങ്ങയുടെ സേവ ചെയ്തിട്ടതിൻ്റെ ആ ഒരു വൈഭവത്താൽ ദുർനിരോധം യുദ്ധ്യന്തം തം, അന്നേരം ആ ശക്തനായതുകൊണ്ട് മുതലയായിട്ട് നന്നായി ഒന്ന് യുദ്ധം ചെയ്ത് നോക്കി. വത്സരാണാം സഹസ്രം, 1000 വർഷത്തോളം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പ്രാപ്തകാലേ, അവസാനം സമയമായപ്പോൾ എന്തായി? ത്വത്പദ ഏകാഗ്രസിദ്ധ്യേ, അന്നേരം ഗജേന്ദ്രന് മനസ്സിലായി, ഇനി പിടിച്ചിട്ട് കാര്യമില്ല, എൻ്റെ നിയന്ത്രണമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ശക്തിയെല്ലാം ക്ഷയിച്ചു. 1000 വർഷം ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. ഭക്ഷണമൊന്നും ഇല്ലാതെ, മുതലയ്ക്കാണെങ്കിൽ ഗജേന്ദ്രൻ്റെ രക്തം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ശക്തി ഇങ്ങനെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ വിചാരിക്കും 1000 വർഷം
അല്ലേ? നമ്മുടെ മനുഷ്യായുസ് പോലും ഇത്ര ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വേറൊരു യുഗത്ത്, അതും ഈ ഭൂമണ്ഡലത്തിന് പുറത്തുള്ള, ഈ ഭൂമിക്ക് പുറത്തുള്ള, നമ്മുടെ ഈ ഭാരതഖണ്ഡത്തിന് പുറത്തുള്ള ഒരു ദേവലോക സ്ഥലത്താണ് ഇത് നടക്കുന്നത് മനസ്സിലാക്കണം. ദേവലോകം എന്ന് പറയുമ്പോൾ മുകളിലോട്ടുള്ള ദേവലോകമല്ല, ഈ ഭൂമിയുടെ തന്നെ ദേവന്മാർക്ക് പ്രവേശിക്കാൻ, ദേവന്മാർ വിഹരിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് അവിടുത്തെ വർഷക്കണക്ക് ഒരുപാട് കൂടുതലാണ്. അവിടെ കുറഞ്ഞ പക്ഷം ഒരു 10,000 വർഷമെങ്കിലും ആൾക്കാർ ജീവിക്കും. അന്നേരം ആനകളും മൃഗങ്ങളും ഒക്കെ നമ്മുടെ ഭൂമിക്കുള്ളിൽ മാത്രമല്ല ദേവലോകത്തുമുണ്ട്. അതുകൂടാതെ നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള ഭൂമിയിലും മൃഗങ്ങളുണ്ട്. അവിടെ മൃഗങ്ങളായിട്ട് ജനിക്കണമെങ്കിലും നമ്മൾ മനുഷ്യരെക്കാട്ടി ഒരുപാട് പുണ്യം വേണം. എന്നിട്ട് ഇതൊന്നും സാധാരണ വ്യക്തികളല്ല. 1000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് അവർക്ക്. നമ്മുടെ മനുഷ്യരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഈ മറ്റു ഭൂമി പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള, നമുക്ക് അക്സസിബിൾ അല്ലാത്ത, നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത ആ സ്ഥലത്ത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പോലും നമ്മുടെ മനുഷ്യരുടെ കണക്കനുസരിച്ച് 10,000 വർഷം വരെ ജീവിച്ചിരിക്കാൻ പറ്റും. അതും അവർക്ക് വൃദ്ധാവസ്ഥയില്ല. അവരെപ്പോഴും നിത്യയൗവനത്തിലുമായിരിക്കും. അവർക്കവിടെ പ്രത്യേകിച്ച് ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം സ്വമേധയാ ലഭ്യമാണ്. എന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആസ്വാദനം, ആസ്വദിച്ച് നിൽക്കുക. കാരണം അവർ അത്രയും പുണ്യം ആർജിച്ചിട്ടു. എന്നിട്ട് അവരിങ്ങനെ കളിച്ചും ചിരിച്ചും തമാശകളും പറഞ്ഞ് വിഹരിച്ചിങ്ങനെ നടക്കും. അങ്ങനെ 10,000 വർഷം അവരുടെ തീരും. അത് കഴിയുമ്പോൾ വീണ്ടും, അതായത് നമ്മളിപ്പോൾ ഒരു വെക്കേഷന് പോകുമ്പോൾ, ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ജോലി ചെയ്യാനാണോ പോകുന്നത്? അല്ല, ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഒരു റിലാക്സേഷന് വേണ്ടി ഔട്ടിങ്ങിന് പോകും. ഇവരുടെ ജീവിതം എന്നും ഔട്ടിങ്ങാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും, കാരണം അവർ അതിനുള്ള ജോലി ചെയ്ത് കഴിഞ്ഞു. എന്താണ്? പുണ്യം ആർജിച്ചു. ആ പുണ്യം ഉപയോഗിച്ച് അവർ അത് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് ദേവലോകം. ആ ദേവലോകത്ത് പുണ്യം തീർന്നു കഴിയുമ്പോൾ ഉപരി ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് പുണ്യം വേണം, ഒരുപാട് ഉയർന്ന പുണ്യം വേണം. അന്നേരം ആ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ, എന്നിട്ടും നമ്മുടെ ഈ ഭൂമിയിൽ താമസിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പുണ്യം അവർക്കുണ്ട്. അതായത് ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കാൻ പുണ്യമുള്ള വ്യക്തികളാണ് അവർ. എന്നിട്ട് അവിടെ താമസിക്കും. എന്നിട്ട് അവിടെ നിന്നും പുണ്യം തീരുമ്പോൾ പിന്നെ അവർ മെല്ലെ, അതായത് ഓരോരോ ദ്വീപ് ഇങ്ങനെ ഉള്ളിലോട്ട് വന്ന് അവസാനം ജംബൂ ദ്വീപവാസികളാവും. ജംബൂ ദ്വീപിനകത്ത് പിന്നെ ഭാരതവർഷത്തിൽ താമസിക്കും. പിന്നെ ഭാരതവർഷത്തിൽ ഭാരതഖണ്ഡത്തിൽ. അന്നേരം ഭാരതഖണ്ഡവാസികൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏറ്റവും പുണ്യം കുറഞ്ഞ വ്യക്തികളാണ്. അതാണ് നമ്മൾ ഭൂമിക്കകത്ത് താമസിക്കുന്ന, നമ്മൾ ഈ കാണുന്ന ഈ ഭൂമിക്കകത്ത് താമസിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് ഭൂമി. പക്ഷേ ദേവന്മാരുടെ നോട്ടത്തിൽ ഇത് മൊത്തത്തിൽ ഭൂമിയാണ്. അതിൽ ചെറിയൊരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം ഏറ്റവും പുണ്യം കുറഞ്ഞ വ്യക്തികളാണ് ഈ ഭൂമിക്കകത്ത് താമസിക്കുന്നത്. അന്നേരം ഇതിനകത്ത് മൃഗങ്ങളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും പുണ്യം കുറഞ്ഞ വ്യക്തികളാണ്. എന്നാലോചിച്ചു പോകും. അന്നേരം ഈ മുതല സാധാരണ മുതലയല്ല. എന്താണ്? ദേവലോകവാസിയാണ്, ഗന്ധർവനായിരുന്നു, ശാപം കിട്ടിയതാണ്. ഇനി ഗജേന്ദ്രൻ ആനയും നിസ്സാരമാണോ? അല്ല, ആളും വലിയ ശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഒരു ആനയായിട്ട് ജനിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ ഈ മുതലയായിട്ട് ജനിക്കുന്നതോ അതൊക്കെ ഒരിക്കലും നമ്മുടെ ഭാരതഖണ്ഡത്തിനകത്തല്ല, നമ്മുടെ അകത്തുള്ള ഭൂമിക്കകത്തല്ല. അതുകൊണ്ടാണ് സമയത്തിൻ്റെ കാൽക്കുലേഷനും വ്യത്യസ്തം. പിന്നെ നമ്മുടെ ഭൂമിക്കകത്ത് ചില പ്രദേശങ്ങളുമായിട്ട് കണക്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പം കൈലാസം, പിന്നെ ലങ്ക, അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങൾ. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇതിൻ്റെ ഉള്ളിലല്ല. ബദ്രിനാഥ്, വൃന്ദാവനം, അന്നേരം ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പ്രവേശിക്കാവുന്നേ ഉള്ളൂ. ഒരു കണക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്. പക്ഷെ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഈ ഭൂമിക്കകത്തിരുന്നുകൊണ്ട്, ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അത്രയും വലിയ പ്രദേശത്തിലെ ഭാഗികമായിട്ടുള്ള ഒരു പ്രദേശം മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം മൗണ്ട് എവറസ്റ്റ് നമ്മൾ പോയാലും അത് പൂർണ്ണ കൈലാസമല്ല. സമ്പൂർണ്ണ കൈലാസത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അത് ദേവലോകവാസികൾക്ക് കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അന്നേരം നമുക്ക് അതിൻ്റെ ഒരു ഭാഗം, കൈലാസനാഥനെ സ്മരിക്കാനായിട്ടൊരു പ്രദേശം. അതേപോലെയാണ് ദ്വാരകയും വൃന്ദാവനം, എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണ്. അന്നേരം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ എവിടെയാണ് വന്നത്? ഭഗവാൻ ഇവിടെ. അന്നേരം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ മാത്രം എന്ന് ചിന്തിക്കരുത്.
ദ്വാപരയുഗത്തിൽ ഈ ഭൂമണ്ഡലത്തിൻ്റെ ഏറെക്കുറെ പ്രദേശം എല്ലാവർക്കും accessible ആയിരുന്നു. മറ്റു പ്രദേശങ്ങളും എല്ലാം accessible ആയിരുന്നു. അത് നമ്മൾ മഹാഭാരതം നോക്കുമ്പോഴും മുന്നിപ്പോൾ നമ്മൾ മഹാഭാരതം വൈകുന്നേരത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഈ ഭൂമിയിലൂടെ അവർക്ക് പല പല സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമി ഇപ്പോൾ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഒരു ചെറിയൊരു പ്രദേശമാണ്. ഒന്ന് കാലം കഴിയുന്നതിനനുസരിച്ച് ഇപ്പം പണ്ടത്തെ ഓരോ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിലും ഒരുപാട് മണ്ണ് സ്ഥലമൊക്കെ അമ്പലത്തിൻ്റെ തന്നെയായിരുന്നു. പിന്നെ അത് ഓരോ ആൾക്കാർ കൈക്കലാക്കുകയാണ്, അവരുടെ പ്രദേശ സ്ഥലമായിട്ട് മാറ്റുകയാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മൊത്തത്തിൽ കുരുക്ഷേത്ര ഭൂമി നമ്മൾ മൊത്തം ഹരിയാന എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അത്രയും അതിനേക്കാട്ടിയും വലുതായിരിക്കും. ഒരു വലിയൊരു പ്രദേശമായിരുന്നു മഹാഭാരത യുദ്ധം. കാരണം കൂടാനുകൂടി ആൾക്കാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും ചെറിയ പ്രദേശത്ത് എങ്ങനെ ഒത്തുകൂടി നമ്മൾ ചിന്തിക്കും. കാരണം 5000 വർഷം പുറമേയുള്ള കാര്യമാണ്. അന്നേരം അത്രയും അവർക്ക് പ്രദേശത്തിൽ ഒരു എന്താ പറയുന്നത്, അവർക്ക് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു. ആ ഒരു അവർക്ക് അവൈലബിൾ ആയിരുന്നു, accessible ആയിരുന്നു അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതാണ് ഈ 1000 വർഷത്തിൻ്റെ കണക്ക്. അന്നേരം ത്വത്സേവയാ വൈഭവാത് ദുർനിരോധ യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം. 1000 വർഷത്തോളം യുദ്ധം ചെയ്ത് പ്രാപ്തകാലേ അങ്ങനെ സമയമായപ്പം ത്വത്പദൈകാഗ്രസിദ്ധ്യൈ. അന്നേരം പല രീതിയിലും ഗജേന്ദ്രൻ ആ മുതലയായിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിട്ടും തളർന്നു. അവസാനം എന്ത് ചെയ്തു? നക്രാക്രാന്ത ഹസ്തിവര്യം. പല രീതിയിലും അവസാനം എന്ത് ചെയ്തു? ത്വത്പാദ ഏകാഗ്രസിദ്ധ്യേ. ഇനി അങ്ങയുടെ തൃപ്പാദത്തെ തന്നെ സ്മരിച്ചു. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൻ്റെ ആ സ്മരണ വന്നു. വ്യതാത്വം. എന്നിട്ട് എന്ത് ചെയ്തു? ആർത്തിവ്യക്ത. ഈ ഒരു വിഷമാവസ്ഥയിലിരുന്നപ്പോൾ പ്രാക്തജ്ഞാന ഭക്തി, ആ ഉള്ളിലുള്ള പൂർവ്വജന്മത്തിലെ ആ ഒരു ഭക്തിയെല്ലാം ഉണർന്നു വന്നു. ശുണ്ഡ ഉക്ഷിപ്തേ. തുമ്പിക്കൈ കൊണ്ട് എന്ത് ചെയ്തു? ആ കുളത്തിൽ നിന്നും ഒരു കുണ്ടരീകൈ സമർച്ചൻ, ഒരു വെള്ളത്താമര എടുത്തുകൊണ്ട് അങ്ങേ പൂജിക്കാൻ തുടങ്ങി, സ്മരിക്കാൻ തുടങ്ങി. പൂർവ അഭ്യസ്തം. കാരണം പൂർവ്വജന്മത്തിലെ ആ ഒരു വാസന അല്ലേ, ഭഗവാനെ പൂജിച്ചതിൻ്റെ ആ ഒരു ചിന്തകൾ, ആഗ്രഹങ്ങൾ, ധ്യാനം അതൊക്കെ ഉള്ളിലുണ്ട്. നിർവിശേഷാത്മനിഷ്ഠം. അന്നേരം പെട്ടെന്ന് ഭഗവാന്റെ ആ രൂപത്തെ പൂർണ്ണമായിട്ടും സ്മരിക്കാൻ കഴിയുന്നില്ല. കാരണം ആനയുടെ ഒരു ശരീരത്തിനകത്തും കൂടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിട്ടുള്ള ആ പരമാത്മാവിനെ ഞാൻ സ്മരിക്കുന്നു. സ്തോത്രം ശ്രേഷ്ഠം അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാത്മൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പരമാത്മാവ് സർവ്വവ്യാപിയായ ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. സ അൻവഗാദിൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പരാത്മൻ, ആ പരമാത്മാവായ ഭഗവാനെ പൂജിച്ചു, ആരാധിച്ചു. ശ്രുത്വാ സ്തോത്രം. എന്നിട്ട് ഇവിടെ നോക്കണേ, നേരത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നിർവിശേഷാത്മനിഷ്ഠം. നിർവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ നിർവിശേഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് ഭൗതിക ശരീരമില്ലാത്ത ബ്രഹ്മൻ, സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ബ്രഹ്മൻ, പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. അങ്ങനെയല്ല. നിർവിശേഷ ആത്മനിഷ്ഠം. ആ പരമാത്മാവിൻ്റെ നിർവിശേഷ ഗുണങ്ങളെ സ്തുതിച്ചു. നിർവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾക്ക് അപ്പുറത്തായിട്ടുള്ള ആത്മീയ ഗുണങ്ങൾ. ഭഗവാൻ നിരാകാരൻ എന്നതിൻ്റെ അർത്ഥം ഭഗവാന് രൂപമില്ല എന്നല്ല. ഭഗവാന് നമ്മളെപ്പോലുള്ളൊരു ഭൗതിക ആകാരമില്ല. ഭഗവാന് അതിൻ്റെ ആവശ്യമില്ല. അതാണ്, ഇല്ല എന്നല്ല, ആവശ്യമില്ല. ഭഗവാന് സ്വന്തമായിട്ടുള്ളൊരു ആത്മീയ ശരീരമുണ്ട്. അത് സർവശക്തമായിട്ടുള്ളൊരു ശരീരമുണ്ട്. ഭഗവാന് നമ്മളെപ്പോലെ ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമുക്ക് ശരീരമില്ല, ആത്മീയ ശരീരമില്ലേ? ആത്മീയ ശരീരമുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മീയമല്ല. ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സേവനം, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, അതുള്ളപ്പോൾ ആത്മീയ ശരീരം ഉപയോഗപ്രദമാകും. പക്ഷേ നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം പിന്നെ ഒരു ഭൗതിക ശരീരം വേണം. അതിനുവേണ്ടി നമ്മൾ ഭൗതിക ശരീരം എടുക്കുന്നു. പക്ഷെ ഭഗവാന് ഈ ഭൗതിക ലോകത്തിനകത്ത് വരുന്നത് ആസ്വദിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനപ്പുറത്തായിട്ടൊരു അസ്തിത്വം ഉണ്ട് എന്ന്. അന്നേരം കാണുമ്പോൾ നമ്മുടെ ശരീരവും ഭഗവാന്റെ ശരീരം ഒരേപോലെയാണെന്ന് തോന്നും. പക്ഷേ രണ്ടിൻ്റെ സ്ട്രക്ചർ വേറെയാണ്. ഇങ്ങനെ ഒരു
ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ രൂപം, സ്വർണം കൊണ്ടുണ്ടാക്കിയ രൂപം, രണ്ടും രൂപങ്ങളാണെങ്കിലും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ആണെങ്കിലും രണ്ടിൻ്റെയും ധാതു വേറെയാണ്. ഒന്ന് സ്വർണം, ഒന്ന് ഇരുമ്പ്, അല്ലേ? അതേപോലെ ആത്മീയ ശരീരം ആത്മീയമാണ്, സച്ചിദാനന്ദമാണ്. നമ്മുടെ ശരീരം വ്യാധിപൂർണമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്. ഇന്ന് രാവിലെ നമ്മൾ പഠിച്ചില്ലേ, പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി. ഇത് മൂന്നുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാന ഘടകം. ഇനി സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രധാന ഘടകം എന്തൊക്കെയാണ്? ജലം, വായു, ആകാശം. ഇത് മൂന്നുമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഘടകം. ഇത് രണ്ടും കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് പ്രാണവായുവിനെയാണ് ഉദ്ദേശിച്ചത്. പ്രാണവായു ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇന്ന് രാവിലെ നമ്മൾ പഠിച്ചു അല്ലേ? ആകാശം, ജലം, വായു. ഇത് മൂന്ന് വെച്ചിട്ടാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, വായു, പ്രാണവായുവിനെ നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അതാണ് നമ്മുടെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ, മനസ്സ്. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും, ബുദ്ധിക്ക് അപ്പുറത്തായിട്ട് ഞാൻ ഈ ശരീരമാണെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന, അതായത് എനിക്ക് വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള വികാരങ്ങളെ തോന്നിപ്പിക്കുന്ന പ്രധാന ഘടകം അഹങ്കാരം, മിഥ്യാഹങ്കാരം. അതായത് ഞാൻ ഈ ശരീരമാണെന്നുള്ള ഒരു ഉൾബോധം, അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഘടകം, അല്ലേ? ഞാൻ അടുത്ത പറയുന്നു, ശ്രുത്വാ സ്തോത്രം. ഈ സ്തോത്രം ഇതെല്ലാം കേട്ടതിന് ശേഷം നിർഗുണസ്ഥം സമസ്തം. നിർഗുണ, ഈ പ്രപഞ്ചത്തിൻ്റെ നിർഗുണാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി. നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാകാരം. നമ്മളിപ്പോൾ പറഞ്ഞു, നിരാകാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രൂപമില്ല എന്നല്ല, ആകാരമില്ല എന്നല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകാരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന പോലെ ഒരു രൂപത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്നാണ്. ഇതേപോലെ നിർഗുണസ്ഥം, നിർഗുണം എന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? ഗുണങ്ങളില്ലാത്തവൻ എന്നല്ല. ഇപ്പം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ഇംഗ്ലീഷിൽ അട്രിബ്യൂട്ട്സ് എന്ന് പറയും. അട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, നിറം, സൈസ്, അതിൻ്റെ ടെക്സ്ചർ, അങ്ങനെയൊക്കെ. അതേപോലെ നമ്മുടെ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ ഹൈറ്റ്, നിറം, അതൊക്കെ. അന്നേരം അങ്ങനെയുള്ള ഒന്ന് നിർഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രൂപമില്ല, നിറമില്ല, അങ്ങനെയല്ല. നമ്മുടെ പോലത്തെ ഉള്ള ഗുണങ്ങളല്ല ഭഗവാൻ. നമ്മുടെ ശരീരം ഭൗതിക ഗുണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ വെള്ള നിറം, കറുത്ത നിറം, അല്ലെങ്കിൽ ബ്രൗൺ നിറം, അല്ലെങ്കിൽ നമ്മളിടുന്ന വസ്ത്രത്തിൻ്റെ നിറം, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായതാണ്. കാരണം കാണുന്ന കണ്ണ്, ഇത് ഭൗതിക കണ്ണാണ്, അല്ലേ? ഇനി വസ്തു, അതും പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതെല്ലാം ഇതിൻ്റെയാണ്. അന്നേരം അത് എന്തായാലും ത്രിഗുണങ്ങളാണ് ഇതിൻ്റെ അടിത്തറ. കാരണം നമ്മൾ ഭാഗവത്തിൽ പഠിച്ചിട്ടില്ലേ എന്താണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതും മിഥ്യ അഹങ്കാരവുമായിട്ട് മിക്സ് ആകുമ്പോഴാണ് ഓരോ സൃഷ്ടികൾ നടക്കുന്നത്, അല്ലേ? തമോ ഗുണവും മിഥ്യാഹങ്കാരവും കൂടി ചേരുമ്പോഴാണ് പഞ്ചഭൂതവും പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളും വരുന്നത്. അന്നേരം അതിലെ പ്രധാന ധാതു ത്രിഗുണം. നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള പ്രതിമ, ഇരുമ്പ് നിർമ്മിതമായിട്ടുള്ള പ്രതിമ, അത് ഇരുമ്പാണ് അതിൻ്റെ ധാതു. അതേപോലെ ഈ എല്ലാ ശരീരങ്ങളുടെയും ധാതു എന്ന് പറയുന്നത് ത്രിഗുണമാണ് പ്രധാനം. അഗ്നിയാണെങ്കിലും ഭൂമിയാണെങ്കിലും ജലമാണെങ്കിലും ഇതെല്ലാം വരുന്നത് ത്രിഗുണത്തിൽ നിന്നാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിൻ്റെ പല കോമ്പിനേഷനുകളാണ്. അന്നേരം നിർഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൻ്റെ ആവശ്യമില്ല. ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അധമ ശക്തിയാണ്, ഭിന്ന ശക്തിയാണ്. ഈ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ ഒരു ശക്തിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ ഈ ലോകത്തിൽ വരാൻ. ഇപ്പോൾ ഒരു നല്ല പണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ ആൾക്ക് ഒരു വീട് മാത്രമായിരിക്കത്തില്ല, ഒരുപാട് വീടുകൾ കാണും, അല്ലേ? ഇവിടെ ഒരു കൊട്ടാരം പോലെ ഒരു വീട് കാണും, അപ്പുറത്തൊരു ഫ്ലാറ്റ് കാണും, ഇതാണ്. പക്ഷെ പ്രധാനമായിട്ട് ആൾ താമസിക്കുന്ന വീടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വീട്, അല്ലേ? ഇനി ഗസ്റ്റ് ഹൗസ് കാണും, ഔട്ട് ഹൗസ് കാണും. അങ്ങനെ വരുന്ന ഗസ്റ്റുകളെ താമസിക്കാൻ, അതിൻ്റെ അർത്ഥം അവിടെയാണോ അവരും താമസിക്കുന്നതല്ല. ആൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്. അതേപോലെ ഭഗവാന് ഈ അധമ ശക്തിയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേണ്ടിയാണ്. ഇപ്പം ഒരു കുട്ടി കളിക്കുമ്പോൾ കുട്ടിക്ക് കളിക്കാനായിട്ട് വാഹനം കൊടുക്കും. എന്നാ കാറെന്ന് കരയുമ്പോൾ ഉടനെ ഒരു കാറ് മേടിച്ചു കൊടുക്കും. അത് ഒറിജിനൽ കാറാണോ? അല്ല.
അച്ഛൻ ഒരു കാറ് മേടിച്ചു കൊടുക്കും, പക്ഷെ അച്ഛന് സ്വയം ഒരു കളിപ്പാട്ട കാർ ഓടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമെന്നല്ല, അതിൻ്റെ ആവശ്യം എന്താണ്? അത് യഥാർത്ഥ കാറല്ലല്ലോ. അച്ഛൻ സ്വയം ഓടിക്കുന്ന വലിയൊരു ഒറിജിനൽ കാറല്ലായിരിക്കും, അതിൽ ഈ മകനും ഇരിക്കും. ഈ ഡ്യൂപ്ലിക്കേറ്റ് കാറാണ്, അത് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒറിജിനൽ കാറ് വേറെ, അതിൻ്റെ കളിപ്പാട്ട കാറ് വേറെ. അതേപോലെ ഭഗവാൻ ഈ സത്വഗുണം രജഗുണം ഇതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ ആത്മമായ, ഭഗവാൻ സ്വന്തം ശക്തിയാലാണ് വരുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. അന്നേരം നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഒരു കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാന് സ്വന്തമായിട്ടൊരു കാറുണ്ട്, സ്വന്തമായിട്ട് ഗുണമുണ്ട്, ആത്മശക്തിയ. അതുകൊണ്ടാണ് ആത്മമായ എന്ന് ഭഗവാൻ പറയുന്നത്, അല്ലേ? ഭഗവാൻ പറയുന്നു എന്താ? ജന്മകർമ്മച്ചമേ ദിവ്യം, എൻ്റെ ജനനവും എൻ്റെ ലീലകളും ദിവ്യമാണ്. ഇത് മനസ്സിലാക്കിയ വ്യക്തികൾക്ക് ഒരിക്കലും ഇവിടെ ജനിക്കേണ്ടി വരത്തില്ല. പിന്നെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, തദ് ആത്മാനം സൃജാമ്യഹം. ഞാൻ എൻ്റെ സ്വന്തം ശക്തിയാൽ വരുന്നു എന്ന് പറഞ്ഞു. ഭഗവാന്റെ സ്വന്തം ശക്തി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അതിന് ഭഗവാൻ ഈ ശക്തിയെ ആശ്രയിക്കേണ്ട ആവശ്യം. നമുക്ക് ശരീരം എടുക്കാൻ ആശ്രയിക്കണം. ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ശരീരത്തിലൂടെ മാത്രമേ, പ്രസവിക്കുമ്പോൾ നമ്മളൊരു ശരീരത്തോടു കൂടിയാണ് പുറത്തു വരുന്നത്. നമുക്കൊരു ശരീരത്തെ ആശ്രയിക്കണം ഈ ലോകത്തിൽ എന്ത് ചെയ്യണമെങ്കിലും. എന്തിനേറെ പറയുന്നു, ഭക്തി പരിശീലിക്കണമെങ്കിലും നമുക്കൊരു ശരീരം വേണം. അല്ലാതെ നമുക്ക് നാമം ജപിക്കാൻ പറ്റുമോ? ഇല്ല. ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഭഗവാനെ കാണാൻ കഴിയുമോ? കാരണം ആത്മീയമായിട്ട് നമുക്ക് സ്വരൂപം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശരീരം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈ ശരീരത്തെ ഉപയോഗിച്ച് ശരീരത്തെ മറികടക്കുക. നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിച്ച് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നതുപോലെ ഈ ശരീരമാണ് നമ്മുടെ ബന്ധനത്തിന് കാരണം. എന്നിട്ട് ഇതേ ശരീരത്തെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉള്ളിൽ പുതിയൊരു ശരീരത്തെ നിർമ്മിച്ചെടുക്കുക, ആത്മീയ ശരീരത്തെ. ഭഗവാനെക്കുറിച്ച് കേട്ട്, ഭഗവാന്റെ നാമം ജപിച്ച്, ഭഗവാന് വേണ്ടി സേവനം ചെയ്ത്, ഭഗവാനെ ചിന്തിച്ച്, ചിന്തയ്ക്ക് അനുസരിച്ച് അകത്തൊരു ശരീരം നിർമ്മിതമാകും. ഭൗതിക ആഗ്രഹങ്ങളാണെങ്കിൽ ഭൗതിക ശരീരം, അടുത്ത ജന്മത്തിലേക്കുള്ള ഭൗതിക ശരീരം. ഓർമ്മയില്ല, ഇന്ന് രാവിലെ ചർച്ച ചെയ്തത് നമ്മുടെ ആ പുക്കിൾ കുടിയിൽ നിന്നാണ്, അടുത്തൊരു പുക്കിൾ ആ ഭാഗത്തിൽ നിന്നാണ്, അവിടെ ആ അപാനവായും പുക്കിളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ അടുത്ത ശരീരത്തിലേക്ക് വേണ്ടിയുള്ള കണക്ഷൻ. ഒന്നാലോചിച്ചോ. അവിടെ നിന്നാണ്, ആ അപാനവായുവിലൂടെയാണ് നമ്മുടെ അടുത്ത ജന്മത്തിലേക്കുള്ള അടുത്ത ശരീരത്തിന് വേണ്ടിയുള്ള ഒരു സ്കെച്ച്. പൊതുവേ ജനറ്റിക്കലി അതൊക്കെ ഉണ്ടെങ്കിലും, ജനറ്റിക്കലി പല കാര്യങ്ങളുണ്ടെങ്കിലും, അത് അച്ഛൻ്റെ രൂപസാദൃശ്യം, അമ്മയുടെ ആ ഒരു ഗുണങ്ങൾ, അമ്മയുടെ സ്വഭാവം, രൂപസാദൃശ്യം, അതൊക്കെ ഒരു ഫാക്ടറാണെങ്കിലും പ്രധാനമായിട്ടും ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് അച്ഛനെ പോലെ ചിലപ്പോൾ ലുക്ക് കാണും, അച്ഛൻ്റെ ആ ഒരു സംസാര രീതിയും ഒക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യത്യസ്തത ഇല്ലേ? അത് ഒരു ആത്മീയ ഗുണങ്ങളാണ്, അല്ലേ? പൂർവ്വ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു ചിന്തകളും ആഗ്രഹങ്ങളുമാണ്. അന്നേരം ആ സൂക്ഷ്മ ശരീരത്തോടു കൂടി നമ്മൾ അടുത്തൊരു ശരീരത്തിലേക്ക് പോവുകയാണ്, അല്ലേ? അന്നേരം അത് നമ്മുടെ നാഭിയെ പുക്കൽ ഭാഗമായിട്ടൊരു ബന്ധമുണ്ട്. അത് നമ്മൾ ഇന്ന് രാവിലെ പഠിച്ചു, അല്ലേ? അന്നേരം പുതിയൊരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അന്നേരം ഭഗവാന് അങ്ങനെ ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് ശരീരം എടുത്തേ പറ്റൂ, അല്ലേ? അന്നേരം ഈ ഒരു ജന്മത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ സൂക്ഷ്മ വായുവിലൂടെ ഒരു ശരീരം നിർമ്മിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ അടുത്തൊരു ജന്മത്തിലേക്ക് പോകുന്നത്. അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന, അടുത്ത ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ശരീരം റെഡിയായി കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു ഡിസൈൻ റെഡിയായി കഴിഞ്ഞു. അതായത് ഈ ശരീരത്തിലൂടെ എന്തൊക്കെയാണ് പോകുന്നത്? പ്രാണവായും ആഗ്രഹങ്ങളും ചിന്തകളും അതൊക്കെയാണ് പോകുന്നത്. ശരീരം ഓക്കെ, അച്ഛനിൽ നിന്ന് ലഭിക്കുന്നു, ഇത് ബീജം അമ്മയിൽ നിന്നും, അമ്മ ഒരു അവസരം നൽകുന്നു, ഒരു പാത്രമാകുന്നു, അച്ഛന് ബീജമാകുന്നു, ഗർഭപാത്രം, അല്ലേ? അതിൽ പ്രവേശിച്ച് നമ്മുടെ ഒരു ശരീരം നിർമ്മിതമാകുന്നു. പക്ഷെ ആ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹങ്ങളും വാസനകളും ചിന്തകളും ഒക്കെയാണ് ഈ ശരീരം നശിക്കുമ്പോഴും നമ്മുടെ ആ പ്രാണവായുവിലൂടെ ഇതിൽ നിന്ന് പുറത്തു പോകുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ, കഴിഞ്ഞ ജന്മം മാത്രമല്ല ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അതിൻ്റെ ഡേറ്റ
ഇനി അടുത്ത ജന്മം, അടുത്ത ശരീരം ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ബാക്കിയുള്ളത്, എന്താണ് ഇനി അത് പൂർത്തീകരിക്കാനുള്ളത്, അതെല്ലാം കൂടെ ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അടുത്തൊരു ജന്മത്തിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കോഡ് മൊത്തത്തിൽ മാറ്റണം. ഇപ്പോഴത്തെ കോഡ് പുതിയ ജന്മത്തിലേക്കുള്ള പോക്കാണ്. അന്നേരം ആ വൈറസ് ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയൊരു ജന്മം ഇവിടെ വേണ്ട എന്നുള്ളൊരു പ്രോഗ്രാമിങ് റെഡിയാക്കണം. അന്നേരം അടുത്തൊരു ശരീരത്തിലേക്ക് പോകത്തില്ല. ഇവിടെ ഒരു ആത്മീയ ശരീരം എടുത്തിട്ട് നേരെ ആത്മീയ ലോകത്തിലേക്ക് പോകും. അല്ലേ? പരിശുദ്ധീകരിക്കണം, ചിന്തകളെയും അതിനെയൊക്കെ പരിശുദ്ധീകരിക്കണം. അന്നേരം ഒരു സയൻസാണ്, കംപ്ലീറ്റ് സയൻസാണ്. പ്രഭുപാദജി പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ഭൗതിക ലോകത്തിൽ നിന്ന് നേരെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത്. സത്യമല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുള്ളിച്ചാടുന്നു, ചൊവ്വയിലേക്ക് എന്തോ അയച്ചെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ടെക്നോളജി ഒരു ജീവാത്മാവ് ഇവിടെ നിന്ന് നേരെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ടെക്നോളജി. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കറങ്ങി കിടക്കുകയാണ്. ഇവിടെ ജനിച്ചു, അവിടെ ജനിച്ചു, അങ്ങോട്ട് ജനിച്ചു, ഇങ്ങോട്ട് ജനിച്ചു. ഇവിടെ തന്നെ ശരീരത്തിനുള്ളിൽ ഒരു ഭൗതിക ശരീരം, മൃഗമായിട്ട് ജനിക്കുന്നു, പക്ഷിയായിട്ട് ജനിക്കുന്നു, ഉറുമ്പായിട്ട് ജനിക്കുന്നു, പാമ്പായിട്ട് ജനിക്കുന്നു, പക്ഷി, മനുഷ്യർ, ഇന്ത്യക്കാരൻ, പാകിസ്ഥാനി, നേപ്പാളി, മലയാളി, തമിഴർ, ആണ്, പെണ്ണ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ജനിക്കുന്നു. നമ്പൂതിരി കുലത്തിൽ ജനിക്കുന്നു, ഈഴവ കുലത്തിൽ ജനിക്കുന്നു, താഴ്ന്ന ജാതി എന്ന് പറയുന്നു, മുസ്ലിം എന്ന് പറയുന്നു, ഹിന്ദു എന്ന് പറയുന്നു. പക്ഷേ എല്ലാം ആത്മാവ് തന്നെയാണ്. ആത്മാക്കളാണ് പല പല ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അന്നേരം ശ്രുത്വാ സ്തോത്രം. അന്നേരം ഭഗവാൻ ഇങ്ങനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഈ ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. നിർഗുണസ്ഥം സമസ്തം, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. എന്തിനേറെ പറയുന്നത്, ദേവലോകവാസികൾക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ ശരീരത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഭഗവാന് ഈ ഭൗതിക ശക്തിയെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ എന്തും സാധ്യമാണ്. ഭഗവാന്റെ ശരീരം ആത്മീയമാണ്. ബ്രഹ്മ ഈശ ആദ്യേ. അന്നേരം ഇത് ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭഗവാന്റെ ആ സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന നിർഗുണ സത്വം, അതിനെക്കുറിച്ച് കേട്ടിട്ട് ബ്രഹ്മ ഈശ ആദ്യൈ, ബ്രഹ്മദേവനും മഹാദേവനും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. നരസിംഹാവതാരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചില വ്യക്തികൾ പറയുന്നു നരസിംഹാവതാരത്തിൻ്റെ ആ ഭീഷണത സഹിക്കാൻ പറ്റാതെ മഹാദേവൻ അതീനം ഭീകരമായിട്ടുള്ള ഒരു രൂപം എടുത്തെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ശബരൻ എന്നങ്ങണ്ട് പറഞ്ഞിട്ട്, ശബരാവതാരം എന്തോ ഒരു രൂപം. അതങ്ങനെ ഒരു ആധികാരികമല്ല. അങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നില്ല. അവതാരം എപ്പോഴും എടുത്തിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. മഹാദേവൻ അവതാരം എടുത്തിട്ടില്ല. ശക്തിയാവേശ അവതാരമായിട്ട് ശങ്കരാചാര്യർ വരുന്നു. അടുത്തൊരു മാതിരി വിരാട് സ്വരൂപം സ്ഥൂല രൂപം ഒന്നാണോ? വിരാട് രൂപവും സ്ഥൂല രൂപവും ഒന്നാണോ? സ്ഥൂല രൂപം ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ രൂപത്തെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ശരീരമാണ് സ്ഥൂലം, സൂക്ഷ്മം. അന്നേരം വിരാട് രൂപം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ ശരീരവും കൂടെ ഒന്നിപ്പിക്കണം. അതുകൂടാതെ ഈ 14 ലോകങ്ങളിലുള്ള എല്ലാ വസ്തുവകകളും എല്ലാം ഒന്നിപ്പിക്കും. അതാണ് വിരാട് രൂപം, വിശ്വരൂപം. അതായത് ഈ വിശ്വം തന്നെ ഭഗവാന്റെ രൂപം. പക്ഷെ ഇത് ഒറിജിനലാണോ? അല്ല. കാരണം ഭഗവാനിൽ നിന്നാണ് ഇത് വരുന്നത്. ഭഗവാൻ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, ഭഗവാൻ പ്രോഗ്രാം ചെയ്തു. ഇന്ന് രാവിലെ കണ്ടില്ലേ, കേട്ടില്ലേ നമ്മൾ? ഭഗവാൻ എങ്ങനെയാണ് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ പ്രോഗ്രാമിങ്ങിലൂടെ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം നടക്കും. കാരണം അത്രയും ശക്തിയുണ്ടേ. ഇപ്പോൾ വലിയൊരു പണക്കാരൻ്റെ ഈ കോടാനുകോടി രൂപകളുണ്ട്. മോനെ മെല്ലെ സംസാരിക്കോ സുഭദ്ര. കോടാനുകോടി രൂപ ഒരാളുടെ കയ്യിലുണ്ട്. അന്നേരം ആൾ പറയാ, ഇവിടെ ഒരു ബിൽഡിംഗ് വരട്ടെ, ഇത്രയേ ഉള്ളൂ. കാശുണ്ടല്ലോ, ഉടനെ എന്തോ കാശ് ചിലവാക്കുക, ലേബേഴ്സ്, ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി, നല്ലൊരു ബിൽഡിംഗ് വേണം, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അന്നേരം ഒരാളുടെ ഈ പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഭഗവാൻ എന്താ നടക്കാത്തത്? ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അല്ലേ? ഇനി കോമഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചത്. അല്ല, നമുക്ക് ആഗ്രഹം ഇവിടെ എന്തൊക്കെയോ വേണമെന്ന്,
ഓക്കെ, ഭഗവാൻ പറഞ്ഞു എന്നാ പിടിച്ചോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂട്ടത്തിൽ ജീവിക്കുക, അച്ഛൻ്റെ മക്കളായിട്ട്. എന്നിട്ട് ഒരു വഴക്കാളി മക്കളായിട്ട് പറയുക എനിക്ക് അച്ഛൻ്റെ കൂട്ടത്തിൽ ജീവിക്കുക, പക്ഷേ എൻ്റെ ഷെയർ എനിക്ക് കിട്ടണം. ഓക്കെ, ഇന്നാ പിടിച്ചോ എന്ന് പറയുന്നത് ആ ഷെയർ കിട്ടും. എന്നിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരാനും പാടില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ്. ഓക്കെ, അതാണ് ഭൗതിക ലോകം, നമ്മുടെ ഷെയർ. എന്നിട്ട് നമുക്ക് കിട്ടിയ ഷെയറോ എല്ലാ തോന്നിവാസി മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭൗതിക ലോകത്തിൽ ജീവിക്കുക, എന്നിട്ട് തമ്മി അടിയാണുള്ളത്. ആ ഷെയറിനെ ഷെയറാക്കി തുണ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 14 തട്ടാക്കി മാറ്റി, പിന്നെ 14 തട്ടത്തെ 7 സമുദ്രം 7 ദ്വീപാക്കി, പിന്നെ ജംബു ദ്വീപിനെ വീണ്ടും ഭാരതവർഷം ഭാരതഖണ്ഡമാക്കി, എന്നിട്ട് ഭാരതഖണ്ഡത്തിനകത്തെ അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ ഇതൊക്കെ ആക്കി. ഇനി ഇന്ത്യക്കകത്തെങ്കിലും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അങ്ങനെ ഒരു 2 വിഭാഗം. പിന്നെ നോർത്ത് ഇന്ത്യക്കകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് പാകിസ്ഥാനികൾ, ഇത് ഹിന്ദുക്കൾ, ഇത് മുസ്ലിം, ഇത് ക്രിസ്ത്യൻ, അങ്ങോട്ടും ഇങ്ങോട്ട്. ഇനി ശരി, ഓക്കെ, കേരളത്തിനകത്തെങ്കിലും ഒന്നിച്ചിരിക്കും, അതുമില്ല. നോർത്ത് കേരള, സൗത്ത് കേരള അല്ലേ, തമ്മി വിഭജിച്ച് ഇത് കണ്ണൂരുകാർ, ഇത് തൃശ്ശൂർകാർ, ഇത് തിരുവനന്തപുരംകാർ, ഇത് കൊല്ലംകാർ അല്ലേ, ഇടുക്കിക്കാർ, അതിൻ്റെ ഉള്ളിലെങ്കിലും ഒന്നിച്ചിരിക്കുമോ വെച്ചാൽ അന്നേരം അതിൻ്റെ ഉള്ളിലും ജാതി, നമ്പൂതിരി, നായർ, ഈഴവർ അല്ലേ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാം തല്ലി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും അടിക്കാനും പിടിക്കാനും ഉപയോഗിക്കുകയാണ്. അതിനെക്കാട്ടി നല്ലത് പൂച്ചകളും പട്ടികളുമാണ്. അവർ പിന്നെ അടി കൂടുന്നത് കല്ലും എന്താ പറയുന്നത് നഖവും പല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ എറിയുന്നത് കത്തി, വാള്, ബോംബ്. ഈ ഇടയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത്, ക്ഷമിക്കണം കളിയാക്കി ചിരിക്കുകയല്ല കേട്ടോ, ഏതോ ഒരു വീട്ടിൽ എന്തോ പറയുന്നത് ഒരു പട്ടി മരിച്ചു ബോംബ് പൊട്ടിയിട്ട്. കാരണം ആള് വീട്ടിലെന്തോ പറഞ്ഞു സ്ഫോടന വസ്തുക്കൾ സൂക്ഷിക്കുകയാണ്. പാവം പട്ടി അത് എടുത്ത് കടിച്ചു, പൊട്ടിത്തെറിച്ചു. പാവം ഈ പൊട്ടിത്തെറി ഇട്ടിട്ട് പോലീസുകാരെ എല്ലാവരും ഓടി. ഹരേ കൃഷ്ണ. അന്നേരം എല്ലാം കൊണ്ടും ആകെ കോമഡി അവസ്ഥയാണ്. അന്നേരം ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഭഗവാനെ കുറിച്ചുള്ള സ്തുതികളൊക്കെ കേട്ടിട്ട് ബ്രഹ്മദേവനോ മഹാദേവനോ ആരും വന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ആ ഒരു സംഭവം തന്നെ, ഭഗവാനാണ് അൾട്ടിമേറ്റ്. ബ്രഹ്മദേവനോ മഹാദേവനോ ഇവരെല്ലാം നമ്മളെക്കാട്ടി എത്രയോ ഉയർന്ന വ്യക്തികളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് മഹാദേവൻ, ബ്രഹ്മദേവൻ. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ഇവരാരും ഒന്നുമല്ല. ഒരേ ഒരു ഈശ്വരൻ, ഏകലേ ഈശ്വർ കൃഷ്ണ ആർസഭൃത്യ. അദ്ദേഹമാണ് പരമോന്നതനായ ഈശ്വരൻ. അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയതുകൊണ്ട് പറയുന്നതല്ല, പരമസത്യമാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്തിനു ഇതൊക്കെ എഴുതി വെച്ചിരിക്കും? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണോ? ഭാഗവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്. അന്നേരം അതെങ്കിലും നമ്മളൊന്ന് പഠിച്ച് അംഗീകരിച്ചൂടെ, സ്വീകരിച്ചൂടെ? അവരെക്കാട്ടി ബുദ്ധിയാണ് നമുക്ക്. നമ്മൾ വലിയ ടെക്നോളജി എന്നൊക്കെ പറയുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ശ്ലോകത്തിൻ്റെ അത്രയും വരുമോ നമ്മുടെ ഒരു ബുദ്ധി? ജീവിതകാലം മുഴുവൻ ആലോചിച്ചിരുന്നാലും ഒരു ശ്ലോകം പോയിട്ട് ഒരു വാക്ക് എഴുതാൻ പറ്റുമോ നമുക്ക്? ഇത്രയും എന്തോ നമ്മൾ ഹാഷ് ഭൂഷ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിയ സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നു. ഒരു മ്ലച്ഛ ഭാഷയാണ്, ഒരു ഉപയോഗമില്ലാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ സംസ്കൃതത്തിൻ്റെ ആ ഒരു ഭംഗി, സംസ്കൃതത്തിൻ്റെ ആ ഒരു എന്തു പറയുന്നത്, അതിൻ്റെ ആ ഒരു മേന്മ, അതിൽ ഒരു വാക്ക്, ഒരു അക്ഷരം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു അക്ഷരത്തിനകത്ത് എത്രയോ അർത്ഥമായിരിക്കും, എത്രയോ നിഗൂഢമായിട്ടുള്ള അർത്ഥം ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ അടുത്ത് വരുമോ നമ്മൾ ഇന്നത്തെ കാലത്ത്? ഇന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ISRO സയൻറ്റിസ്റ്റ്, ISRO പോട്ടെ, നാസ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കട്ടെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു അംശം ബുദ്ധിയെങ്കിലും വരുമോ? ഒരു അംശം പോയിട്ട് അതിൽ ഒരു വാക്കെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ബുദ്ധിയാണ് നമ്മൾ പറയുന്നത്? അന്നേരം ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇത്രയും സൂക്ഷ്മമായിട്ട് എഴുതിയിരിക്കുന്നു. ബ്രഹ്മ ഈശാധ്യേ, ഭഗവാന്റെ ഈ സ്തുതികളൊക്കെ കേട്ടിട്ട് മഹാദേവനും ബ്രഹ്മദേവൻ പോലും പറഞ്ഞു, നമ്മൾ ഇതല്ല, ന അഹം ഇതി അപ്രായതേ, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല, ഈ സ്തുതികൾ നമുക്ക് വേണ്ടിയുള്ളതല്ല. എല്ലാ ദേവന്മാരും അന്യോന്യം പറഞ്ഞു ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല. ആർക്ക് വേണ്ടിയാണ്? സർവാത്മത്വം,
സർവാത്മത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമാത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളല്ല. ഭൂരികാരുണ്യവേഗാത്. അന്നേരം എല്ലാവരും ദേവന്മാരും തമ്മി ചർച്ച ചെയ്തു ആരായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ഭൂരികാരുണ്യവേഗാത്, കാരുണ്യത്തിന്റെ വേഗതയിൽ, കാരുണ്യം കൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കപ്രതി ഉണ്ടായില്ല. എന്നെ സ്തുതിക്കുന്നു, ദാ എന്നെ വിളിക്കുന്നു, എന്നെ പൊക്കി പറയുന്നു, ദാ ഇപ്പം വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല. എന്നെ സ്തുതിക്കുന്നു എന്നല്ല, എൻ്റെ ഭക്തൻ 1000 വർഷമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, അവ എന്നെ ഇപ്പോഴാ വിളിക്കുന്നത്. അതായത് ഗജേന്ദ്രൻ വിളിക്കുന്നതിന് മുമ്പേ ഭഗവാൻ വരാൻ ആഗ്രഹമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഭൂരികാരുണ്യ വേഗാത്ത് എന്നൊരു വാക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ ഈ പ്രശ്നത്തിന്റെ നടുവിലൊക്കെ ഇരിക്കും, നമ്മുടെ കഴിവുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും, നമ്മുടെ കോണ്ടാക്ട്സ് ഉപയോഗിക്കും, നമ്മുടെ ശക്തി, കാശ്, പ്രശസ്തി, പേര് അതൊക്കെ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കും. ഒന്നും നടക്കത്തില്ല, ഒരു പുല്ലും നടക്കത്തില്ല. അവസാനം നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നത്. അന്നേരം ഇവിടെ ഭൂരികാരുണ്യ വേഗാത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഭഗവാന് വേറൊന്നുമല്ല, ഭഗവാൻ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ നോക്കും, അത് വെച്ച് ചെയ്യാൻ നോക്കും. ഹരേ കൃഷ്ണ ഒരു വിളി, എമർജൻസി നമ്പർ, എനി ടൈം നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റും. എന്താണ്? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം, ഹരേ രാം, രാം രാം ഹരേ. എവിടെ നിന്ന് വിളിച്ചാലും റേഞ്ചിനൊരു പ്രശ്നമില്ല. ഏത് സമയത്തും കവറേജ് ഉണ്ട്. 24 മണിക്കൂറിൽ എപ്പോഴും വിളിക്കാം, ഏത് ദിവസവും വിളിക്കാം. അശുദ്ധി ശുദ്ധി അതൊന്നും ഒരു വിഷയമേ അല്ല. ഏത് ദിശയിൽ നോക്കിയും വിളിക്കാം, എവിടെ ഇരുന്നാലും വിളിക്കാം. ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ നടുവിലിരുന്നാലും, ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെങ്കിലും അതിൻ്റെ നടുവിൽ ഇരുന്നുകൊണ്ടും നമുക്ക് ജപിക്കാം, ആ നമ്പർ വിളിക്കാം. ആ ഒറ്റ വിളി നമുക്ക് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി എത്താൻ പറ്റത്തില്ല, ഗോലോകത്തേക്ക് എത്താൻ പറ്റത്തില്ല, വൃന്ദാവനത്തിൽ എത്താൻ പറ്റത്തില്ല, ഗുരുവായൂരിൽ ഓടി ചെല്ലാൻ പറ്റത്തില്ല, അകത്ത് പ്രവേശനം പോലും കിട്ടത്തില്ല. എത്ര ക്യൂ നിന്നാലും ഭഗവാനെ കാണാൻ പറ്റുന്ന 1 സെക്കൻഡായിരിക്കും. ഈ ചർമ്മചക്ഷു കൊണ്ട് അദ്ദേഹത്തിന്റെ സുന്ദര രൂപം ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ എവിടെ ഇരുന്നാലും ഹൃദയം കൊണ്ട് നമുക്ക് ജപിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം, രാം രാം ഹരേ ഹരേ. ഈ ഒറ്റ വിളിമതി. അതാണ് ഗജേന്ദ്രനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഗജേന്ദ്രൻ കഴിഞ്ഞ ജന്മത്തിൽ കുറെ ധ്യാനിച്ചു. ഭഗവാന്റെ സുന്ദര രൂപം ഹൃദയത്തിൽ ഒരുപാട് ധ്യാനിച്ചു. എന്നിട്ടും ആൾക്ക് ലഭിച്ച ശാപമാണ്. പക്ഷേ ഗജേന്ദ്രനായിട്ട് ഇരുന്നിട്ട് എന്താ ചെയ്തത്? ധ്യാനിക്കുകയല്ലായിരുന്നു, ജപിച്ചു, നാവ് കൊണ്ട് ഉച്ചരിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ട് ആരാണ്? അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല, അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു നാഥനുണ്ടെന്ന് എനിക്കറിയാം, അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു. അതായത് ശരിയായിട്ടുള്ള നമ്പർ പോലും അറിയത്തില്ല, ആളുടെ പേരും അറിയത്തില്ല, അഡ്രസ്സും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഈ സർവ്വലോകങ്ങളുടെയും നാഥനായിട്ട് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ ഈ ഒരു കോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. 14 ലോകങ്ങളുടെയും നാഥൻ. ആരാണ് അദ്ദേഹം? സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ ഈശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു.
മോനെ മെല്ലെ സംസാരിക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്ര ചർച്ച അവിടെ? ത്രിലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ആ ഭഗവാനെ വിളിക്കുകയാണ്. മോനെ കുറച്ച് വെള്ളം തരൂ സുമന്ദ്ര. അന്നേരം ഭഗവാനെ ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കഴിഞ്ഞ ജന്മത്തിൽ കുറെ ധ്യാനിച്ചു, പക്ഷെ ഭഗവാനെ കിട്ടിയില്ല. ഇപ്പൊ എന്താണ്? നാവ് കൊണ്ട് ജപിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഹൃദയാംഗതമായിട്ട് നാമം ജപിക്കുക, ആത്മാർത്ഥമായിട്ട് ജപിച്ചാൽ മതി ഭഗവാന്റെ നാമം. അന്നേരം ഇവിടെ ഒരു മാതാജി പറയുന്നു, പക്ഷെ അദ്ദേഹം കേൾക്കുന്നില്ല എന്ന്. ഗജേന്ദ്രന്റെ ആ ഒരു അവസ്ഥയിലാണോ മാതാജി നമ്മൾ ഇരിക്കുന്നത്? ചൂടുകൾ ഗജേന്ദ്രന്റെ ഒന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരു ആനയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം നമ്മളെ ഉപേക്ഷിച്ചു. വേറൊരു രക്ഷയുമില്ല. 1000 വർഷത്തോളം നമ്മൾ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. ആരുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ ശരീരം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്, നമ്മുടെ ബന്ധുമിത്രാദികൾ കൂട്ടത്തിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണോ നമ്മൾ ജപിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരാതിരിക്കുമോ? അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകി വല്ലഭം കോൻ കഹതാ ഹൈ ഭഗവാൻ ആതേ നഹീ. ആരാ പറയുന്നത് ഭഗവാൻ വരത്തില്ല എന്ന്? കോൻ കഹതാ ഹൈ ഭഗവാൻ ആതേ നഹീ. ആരാണ് പറയുന്നത് ഭഗവാൻ വരത്തില്ല എന്ന്? ഭക്ത മീരാ കെ ജൈസേ ബുലാതേ നഹീ. എന്തുകൊണ്ടാ ഭഗവാൻ വരാത്തത്? നിങ്ങൾ വിളിക്കുന്നത് ശരിയല്ല. മീര വിളിക്കുന്നത് പോലെ വിളിക്കൂ. മീരാഭായി ഭഗവാനെ വിളിച്ചതുപോലെ വിളിക്കൂ. ഭഗവാൻ എത്തിയിരിക്കും. നമ്മൾ വിളിക്കുന്നത് ശരിയല്ല. നമ്മൾ നമ്മുടെ സുഖസൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജപിക്കുകയാണ്. നമുക്ക് ആരും ഇല്ല. ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ. ഈ ശരീരം പോലും നമുക്കൊരു ആശ്രയമല്ല. മനസ്സിനും നമുക്ക് ആശ്രയമല്ല. മനസ്സെപ്പോഴും പല പല ചിന്തകളിൽ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ശരീരം നമ്മുടെ കൂട്ട് നിൽക്കുന്നില്ല. ഈ ശരീരത്തിന് ആസ്വാദനം നൽകാൻ എത്രയോ ഞാൻ ശ്രമിച്ചു. ജീവിതകാലം മുഴുവൻ ഈ നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചിട്ടും നാവ് ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. ഹൃദയവും തൃപ്തിപ്പെടുന്നില്ല. മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. മനസ്സും സന്തോഷിക്കുന്നില്ല. മനസ്സമാധാനം കിട്ടുന്നില്ല. ശരീരവും കൂട്ടുന്നില്ല, മനസ്സും കൂട്ടുന്നില്ല. ബുദ്ധി സദ്ബുദ്ധിയല്ല, എല്ലാം ദുർബുദ്ധിയാണ്. ആ നിസ്സഹായ അവസ്ഥയിൽ ഗുരുവായൂരപ്പ കൃഷ്ണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ആ ഹൃദയാംഗതമായിട്ട് ഒന്ന് ജപിച്ചു നോക്കൂ. ഭഗവാൻ എന്തുകൊണ്ട് കേൾക്കത്തില്ല? ഓരോ പ്രാവശ്യവും ഓരോ മന്ത്രവും അങ്ങനെ ജപിച്ചു നോക്കൂ. അങ്ങനെ ജപിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? ശരീരത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ത്യജിച്ചു, മനസ്സിന്റെ ചിന്തകളെ മറികടന്നു. ഇതൊന്നും നമുക്ക് സന്തോഷം നൽകുന്നില്ല. ആത്മാവിൽ നിന്നും പരമാത്മാവിലേക്കുള്ള ഒരു വിളി, അതാണ് ജപം. ആചാര്യന്മാർ പറയുന്നു, ഒരു അമ്മ എങ്ങനെയാണോ കുട്ടിയെ വിളിക്കുന്നത്, ഒരു അമ്മയെ കുട്ടി എങ്ങനെയാണോ വിളിക്കുന്നത് അതേപോലെ, ഒരു കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി എങ്ങനെയാണോ കരയുന്നത്, ഒരു കൈക്കുഞ്ഞ് എങ്ങനെ അമ്മയെ വിളിക്കുന്നു അതേപോലെ വിളിക്കൂ. ആത്മാവിൽ നിന്നും വിളിക്കൂ കൃഷ്ണനെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ആ ഒരു വിളി
കൃഷ്ണൻ കേൾക്കത്തില്ലേ? കൃഷ്ണൻ എന്തോ പൊട്ടനാണോ? കൃഷ്ണന് ചെവി കേൾക്കത്തില്ലേ? കൃഷ്ണന് കേൾക്കാം. കൃഷ്ണന് കണ്ണ് കാണത്തില്ലേ? കാണാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അറിയുന്നുണ്ട്. നമ്മൾ ജപിക്കുന്ന ഓരോ ജപവും അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിളിക്കേണ്ട രീതിയിലല്ല വിളിക്കുന്നത്. നമ്മൾ നാവ് കൊണ്ട് ജപിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരാൻ. അതാണ് സത്യം, പരമാർത്ഥം. നമ്മുടെ ആഗ്രഹം ഈ ലോകത്ത് തന്നെ കറങ്ങിക്കിടക്കുകയാണ്. സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള താല്പര്യം ഇതുവരെയും തീർന്നിട്ടില്ല. പ്രതീക്ഷകൾ തീർന്നിട്ടില്ല. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ജപം ശരിയാവുന്നത്? നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു, ഇനി ഇവിടെ എനിക്കൊരു ജീവിതം വേണ്ട കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മന്ത്രം മതി. ഒറ്റ മന്ത്രം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ആ മന്ത്രം നമ്മളെ ഗോലോകത്തിലേക്ക് എത്തിക്കും. ആ മന്ത്രം തന്നെയാണ് ഗോലോകം. ഗോലോകം പിന്നെ ദൂരെയല്ല. ആ മന്ത്രത്തിനകത്ത് ശ്രീമതി രാധാറാണിയുണ്ട്. അതേ മന്ത്രത്തിനകത്ത് സാക്ഷാൽ ഭഗവാനുണ്ട്. നമ്മളാണ് നമ്മുടെ വഴി തടഞ്ഞു നിർത്തുന്നത്. ഈ ലോകത്തുള്ള ആരുമല്ല. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയാംഗതമായിട്ട് ഒറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്രം മതി നമ്മളെ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിക്കാൻ. പക്ഷേ നമ്മുടെ ജപം പോരാ. ശ്രദ്ധയോടുകൂടി ജപിക്കൂ. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ജപിക്കുന്നത്? ആ ഒറ്റ മന്ത്രത്തിന് വേണ്ടിയാണ്. നമ്മൾ കാത്തിരിക്കുന്ന ആ ഒറ്റ മന്ത്രത്തിന് വേണ്ടിയാണ്. ജപിച്ച് 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 ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ ഒരു ജപം നമ്മുടെ നാവിൽ നിന്ന് വരും. ആ ഒരു മന്ത്രം നമ്മുടെ നാവിൽ നിന്ന് വരും. അന്ന് നമ്മൾ ഉണരും. പരമാർത്ഥത്തെ, പരമസത്യത്തെ നമ്മൾ നേരിട്ട് കാണും. അതിനു വേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത്. അതിനു വേണ്ടിയാണ് കൃത്യനിഷ്ഠതയോടുകൂടി ജപിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ സത്സംഗം കേൾക്കുന്നത്. ഇതൊന്നും എനിക്ക് കൂട്ടു നിൽക്കത്തില്ല, ഇതിനൊക്കെ അപ്പുറത്താണ് ആ പരമാർത്ഥം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഗജേന്ദ്രനും ആ ഒരു അവസ്ഥയിലായിരുന്നു. ഗജേന്ദ്രന് സ്തുതിച്ചു. ഇത്രയും കാലം ധ്യാനമായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ധ്യാനമൊന്നും ഉപയോഗപ്രദമായില്ല. ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചിരുന്നിട്ടും രക്ഷയില്ല. അവസാനം ആ ഗജേന്ദ്രന്റെ രൂപത്തിൽ ആനയായിട്ടിരുന്നപ്പോൾ ഇനി ആരെയാ ധ്യാനിക്കേണ്ടത്? ഏത് രൂപം? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് ഒരാളുണ്ടല്ലോ എന്നെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ് എന്ന് വിളിച്ചു. നാമം പോലും അറിയത്തില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്? അജാമിളൻ നാരായണ എന്നെങ്കിലും വിളിച്ചു. ഗജേന്ദ്രനാണെങ്കിൽ പേര് പോലും അറിയത്തില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാരാണോ, സർവ്വചരാചരങ്ങളിൽ ഇരിക്കുന്ന കുടികൊള്ളുന്ന ആ പരമാത്മാവ് ആരാണോ, നിർഗുണനായിട്ടുള്ള ആ പരബ്രഹ്മം ആരാണോ, അദ്ദേഹത്തിന് ഞാൻ ഇതാ സമർപ്പിക്കുന്നു, അദ്ദേഹം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു താമര എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ആ ഒരു വിളിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയം. നമ്മളാണ് ലേറ്റാക്കുന്നത്. നമ്മളാണ് പലതിൻ്റെ പുറയും പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പറയുന്നത് ഒരു വ്യക്തി കേൾക്കണമെന്ന്. ഞാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് കേൾക്കണം. ആർക്കും നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒറ്റ വിളിക്കപ്പുറത്താണ് ഗുരുവായൂരപ്പ ഇരിക്കുന്നത്. ഹൃദയം കൊണ്ട് ഒന്ന് വിളിച്ചു നോക്കൂ. അദ്ദേഹം കേട്ടിരിക്കും. ഉറപ്പായിട്ട് കേട്ടിരിക്കും. നമ്മൾ വിളിക്കുന്നത് ശരിയല്ല. അതേപോലെ ഗജേന്ദ്രനും ഹൃദയാംഗതമായിട്ട് വിളിച്ചു. ഈ സർവ്വചരാചരങ്ങളുടെയും നാഥൻ ആരാണ്? അദ്ദേഹത്തിന് ഞാനിതാ സമർപ്പിക്കുന്നു,
അദ്ദേഹം എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ന അഹം ഇതി അപഗ്രാധേ ന അഹം ഇതി അപ്രയാധേ, ഇത് ഞാനല്ല, നമ്മളല്ല എന്ന് ദേവന്മാർ തമ്മി സംസാരിക്കുകയാണ്. ബ്രഹ്മദേവനും പറഞ്ഞു, ദേവേന്ദ്രനും പറഞ്ഞു, മഹാദേവനും പറഞ്ഞു ന അഹം ഇതി അപ്രയാധേ. അതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ നിന്നും ഇടപെടേണ്ട. സർവാത്മത്വം, യഥാർത്ഥത്തിലുള്ള ആള് ഈ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഭൂരി കാരുണ്യ വേഗാത്, കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൃഷ്ണന്റെ ഹൃദയം. എൻ്റെ ഭക്തൻ എത്രയോ ജന്മങ്ങളായിട്ട് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. 1000 വർഷം വെറുതെ പോയി ഈ മുതലായിട്ട് അടികൂടിക്കൊണ്ട്. അതുകൊണ്ട് ഇനി കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് താർഷ്യാരൂഢം, ഗരുഡന്റെ മുകളിൽ കയറി. പ്രേക്ഷിത അഭൂ പുരസ്താത്, ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ ഒറ്റയടിക്ക് വന്നു അതിവേഗതയിൽ. ഭഗവാന് ഗരുഡന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് എവിടെയെങ്കിലും അദ്ദേഹം ഇവിടെ അവിടെ അങ്ങനെ ഉണ്ടോ? അദ്ദേഹം ഇല്ലാത്തതായിട്ടുള്ള സ്ഥലം എവിടെയുണ്ട്? പക്ഷെ ഇതൊക്കെ ഒരു സ്റ്റൈലാണ് അവിടെ. ഞാൻ വേഗതയിൽ ഓടി വരികയാണെന്ന് കാണിക്കണ്ടേ? ആളിനെ വിളിച്ച ആൾ അവിടെ എത്തിയിരിക്കും. ആൾ അവിടെ ഉണ്ട്. കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഏതോ ദൂരെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണ്. ആളിവിടെ തന്നെ ഉണ്ട്. ആളൊരു സ്റ്റൈല് കാണിക്കുന്നതാണ്. ഞാൻ എത്രയോ ദൂരത്തുനിന്ന് ഞാൻ നിനക്ക് വേണ്ടി വേഗതയിൽ വന്നിരിക്കുകയാണ് എന്ന് കാണിക്കാൻ ഗരുഡന്റെ മുകളിൽ കയറി ഇതാ വന്നിരിക്കുന്ന ആള് അതിവേഗതയിൽ. ഹസ്തീന്ദ്രം ത്വം ഹസ്തപത്മേന ധൃത്വാ. അന്നേരം ഗജേന്ദ്രന്റെ ആ ഒരു കാലിൽ മുതല കടിച്ചു വെച്ചിരിക്കുകയാണ്, രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇതേപോലെയാണ്. പല ആൾക്കാരെയും വിശ്വസിക്കും, കാലിൽ വന്നിങ്ങനെ വീഴും. നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് കാല് വീഴും. ഞാനും സന്യാസി ആയതുകൊണ്ട് പല ഭക്തരും അത് കാല് വീഴുമ്പോൾ കാല് വാരരുത്, കാലെ വന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മൾ വിചാരിക്കും ബഹുമാനം കൊണ്ടാണ്, രക്തം ഊറ്റി കുടിക്കാനാണ്. പിന്നെ മനസ്സിലായി അന്നേരം മുതല ഇങ്ങനെ കാല് കുടഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, രക്തം ഊറ്റി കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഭഗവാനെ കണ്ടപ്പോൾ ഗജേന്ദ്രൻ എല്ലാം മറന്നു. ഗജേന്ദ്രൻ ആ ഒരു മുതലെ പോലും ചിന്തിക്കുന്നില്ല. ഞാൻ ആരെ കാണാൻ വേണ്ടിയാണോ കൊതിച്ചിരുന്നത് ആ ആളെത്തി എന്ന് പറഞ്ഞിട്ട് ഹസ്തപത്മേന ധൃത്വാ. അന്നേരം ഭഗവാന്റെ ഒരു കൈ കൊണ്ട് ആ താമര മാത്രമല്ല ഭഗവാൻ സ്വീകരിച്ചത്, താമര കൊടുത്ത ആ കൈയും പിടിച്ചു, ഗജേന്ദ്രനെ തൂക്കി. എന്നിട്ട് മറ്റൊരു കൈ കൊണ്ട് ചക്രമെറിഞ്ഞ് ആ മുതലയെ കൊന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരേ സമയത്ത് ഭഗവാൻ രണ്ടും ചെയ്യും. ഭഗവാൻ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നല്ല, ആ കൊടുക്കുന്ന കൈ തന്നെ ആദ്യം പിടിക്കും. പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നോ അവർക്ക് ആ കൈ വേണ്ട, ആ വസ്തു മതി. നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ കൈ വേണ്ട, കാശ് മതി. നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ വസ്തു മതി ആ വ്യക്തിക്ക്, കൈ വേണ്ട, ആ കൈയിൻ്റെ പുറയിലുള്ള ആ വ്യക്തിയും വേണ്ട. പക്ഷെ ഭഗവാൻ ആ താമരയല്ല പിടിച്ചത്, ആ താമര കൊടുത്ത കൈ പിടിച്ചു. ആ കൈ പിടിക്കുന്നതോടെ താമരയും കൂടെ ഇങ്ങ് പോന്നു. അന്നേരം കൈ പിടിച്ചതോടുകൂടി ഭഗവാൻ ഒരു കൈ കൊണ്ട് ഗജേന്ദ്രനെ അങ്ങ് തൂക്കി. ഭഗവാൻ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഗജേന്ദ്രന് പിന്നെ എന്ത് ശാപം! ആ ആന ശരീരത്തിൽ നിന്നും അതിസുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി വന്നു, ചതുർബാഹു രൂപത്തിൽ, നീല ശ്യാമമേഘ വർണ്ണത്തോടു കൂടിയുള്ള അതിസുന്ദരനായിട്ടുള്ള ഭഗവാനെ പോലെ തത്സുന്ദരനായിട്ടുള്ള ഒരു രൂപം, ശംഖുചക്ര ഗദാപത്മത്തോടു കൂടി അതേപോലെ സുന്ദരമായിട്ടുള്ള ഒരു ചതുർബാഹു രൂപം, ആ ആത്മസ്വരൂപം ആ ഗജേന്ദ്രൻ ലഭിച്ചു. ഭഗവാൻ ഒന്ന് തൊട്ടതേ ഉള്ളേ.
ഭഗവാൻ ഒന്ന് തൊട്ട ഉടൻ തന്നെ ആ ഗജേന്ദ്രൻ്റെ ഉള്ളിൽ നിന്നും ആത്മീയ സ്വരൂപത്തെ ലഭിച്ചിട്ട് ഇന്ദ്രദ്യുമ്ന രാജാവ് നേരെ ഇങ്ങോട്ട് കയറി. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, കൂട്ടുകാർ ഒരേ ബുള്ളറ്റിൽ ഇരിക്കുന്ന പോലെ ഭഗവാന്റെ പുറകിൽ ഗജേന്ദ്രൻ അങ്ങോട്ട് ഇരുന്നു. ഇതിൽ പരം എന്താണ് ഈ സൗഭാഗ്യം അല്ലേ? ഒരു ബുള്ളറ്റിൽ 2 കൂട്ടുകാർ തമ്മിൽ ഇരിക്കുന്ന പോലെ ഗരുഡൻ്റെ തൊട്ട് പുറകിൽ, ഗരുഡൻ്റെ അതേ മുകളിൽ തന്നെ ഭഗവാന്റെ തൊട്ട് പുറകിലായിട്ട് ആരിരുന്നു? ഇന്ദ്രദ്യുമ്നൻ ഇരുന്നു. എന്നിട്ട് ഭഗവാൻ ആ ഒരു കൈ കൊണ്ട് പിടിക്കുന്ന അതേ സമയത്ത് മറ്റു കൈ കൊണ്ട് ആ ചക്രം എടുത്ത് ഒറ്റയേറി. അതോടുകൂടി ഭഗവാൻ എന്തിനാ ചക്രം പറഞ്ഞത്? മതി, നീ കുറെ എൻ്റെ ഭക്തനെ ദ്രോഹിച്ചു, മതി, നിനക്ക് മോക്ഷമല്ലേ വേണേ, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക് ദേവലോകത്തേക്ക് പോയി. ഇത്രയുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ, ഈ ലോകത്ത് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ. ആദ്യം തുടങ്ങുമ്പോൾ പ്രശ്നം വളരെ നിസ്സാരമായിട്ട് തുടങ്ങും. ഒരു മുതലെ പോലെ, ഒരു ആനയുടെ മുമ്പിൽ ഒരു മുതല എന്തെങ്കിലും ആണോ, ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ ചപ്പാത്തിയാവും മുതല. പക്ഷേ വെള്ളത്തിൽ എത്ര ചവിട്ടിയാലും ഒന്നും ഏക്കത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളും നമ്മുടെ സ്ഥലത്ത് വലിയ പ്രഗത്ഭനായിട്ടിരിക്കും, വലിയ പേരും പ്രശസ്തിയും സൗകര്യങ്ങളും എല്ലാം ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പെട്ടുപോകും. ഇങ്ങനെ പെട്ടുപോകും നമ്മൾ. ഗജേന്ദ്രന് പറ്റിയ അതേ സമയം പോലെ മോശമായിട്ടുള്ള സമയത്ത്, മോശ അവസ്ഥയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരും. ആ സമയത്ത് ആരും കൂട്ടിന് കാണത്തില്ല. ഗജേന്ദ്രൻ അവിടെ പോകുന്ന സമയത്ത് ഭാര്യമാർ കുറേ പേരുണ്ടായിരുന്നു, കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു, സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും ഗജേന്ദ്രൻ്റെ ആൾക്കാരാണ്. പക്ഷെ പ്രശ്നം വന്നപ്പോൾ ഏത് ഗജേന്ദ്രൻ? എല്ലാവരും ഓടി. ആ വെള്ളത്തിൽ നടുവിൽ 1000 വർഷം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആരും കൂട്ടിനില്ലായിരുന്നു. നമ്മളൊന്ന് കിടപ്പിലായാൽ മതി, യഥാർത്ഥ ആൾക്കാരുടെ സ്വഭാവം എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. ശരീരം പോലും നമ്മുടെ കൂട്ടിന് നിൽക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നിടത്ത് ശരീരം നിൽക്കത്തില്ല, കൂട്ടിന് മനസ്സ് നിൽക്കത്തില്ല, ഒന്നും നിൽക്കത്തില്ല, എല്ലാം ഉപേക്ഷിക്കും നമ്മളെ. ഈ ശരീരം തന്നെ ഒരു മുതലായിട്ട് മാറും, നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സും നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇടയിൽ പെട്ട് ആത്മാവ് ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിന് എന്ത് രക്ഷ? ഒരേ ഒരു രക്ഷയുള്ളൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഗജേന്ദ്രൻ എങ്ങനെയാണോ, ഗജേന്ദ്രൻ്റെ പേര് പോലും അറിയത്തില്ല, ഭഗവാന്റെ ആരാണെന്നും അറിയത്തില്ല. നമുക്ക് ഇത്രയും എളുപ്പമല്ലേ? ആ ഗുരുവായൂരപ്പനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ നമുക്ക് അറിഞ്ഞൂടെ? പരമാത്മാവ് അദ്ദേഹമാണെന്ന് അറിഞ്ഞൂടെ? അദ്ദേഹം ഗോലോകത്തിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടെ? അദ്ദേഹത്തെ വിളിക്കാനുള്ള മന്ത്രം നമുക്ക് അറിഞ്ഞൂടെ? ഇത്ര എളുപ്പമായിട്ടുള്ള മന്ത്രമല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ഇത് വിളിച്ചൂടെ? ഹൃദയം കൊണ്ട് ഗജേന്ദ്രൻ എങ്ങനെയാണോ വിളിച്ചത്, അതിൻ്റെ ഒരു അംശം ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹത്തിൻ്റെ നാമം സ്ഥിരം ജപിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹം കേൾക്കത്തില്ല? അതിൽ തീരാത്ത പ്രശ്നം ഉണ്ടോ ഈ ലോകത്തിൽ? ഭഗവാന് തീർക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവാണ് അദ്ദേഹം, എല്ലാം നിലനിർത്തുന്ന അദ്ദേഹമാണ്. എല്ലാം അവസാനം നശിക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാമം അല്ലാതെ വേറെ ആരുടെ നാമമാണ് നമ്മൾ ജപിക്കേണ്ടത്? നമ്മൾ നമ്മുടെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും പേരുകൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നമ്മുടെ ജീവിതം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനിയെങ്കിലും നമ്മുടെ ജീവിതം വെറുതെ കളയാതെ ഉറച്ച തീരുമാനം എടുക്കും. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുക, ഹൃദയംഗതമായിട്ട് ജപിക്കുക. വേറൊരു ലക്ഷ്യം വേണ്ട, വേറൊരു ആഗ്രഹം വേണ്ട. എങ്ങനെയാണോ ഗജേന്ദ്രന് ആ ഒരു സൗഭാഗ്യം ലഭിച്ചത്, നമുക്കാണെങ്കിൽ അതിനും വലിയ സൗഭാഗ്യമാണ്. ഗജേന്ദ്രൻ പോയത് വൈകുണ്ഠത്തിലാണ്, നമ്മൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിലാണ്.
നമ്മുടെ ഗുരുവായൂരപ്പൻ പശുക്കളെ മേയിച്ച് നടക്കുന്ന ആ സ്ഥലം, കൂട്ടുകാരും ഗോപികമാരുമായിട്ട് കളിച്ച് രസിച്ച് നടക്കുന്ന ആ സ്ഥലം, യമുനാ തീരത്തിൽ ഗോവർദ്ധനത്തിന്റെ ആ പ്രദേശം, അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. ആരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും, ആര് ചതിച്ചാലും ആര് പറ്റിച്ചാലും അതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിന് എന്ത് അത്ഭുതം! ഗജേന്ദ്രൻ ആരായിരുന്നു? വലിയൊരു ശക്തനായിട്ടുള്ള ആനയായിരുന്നു. കുറെ കൂട്ടായ്മകളും കുറെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മുതല വന്നപ്പോഴത്തേക്ക് എല്ലാവരും വിട്ടിട്ട് പോയി. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വിളിക്കപ്പുറത്തായിട്ട് നമ്മുടെ വിളിയും കാത്തിരിക്കുന്ന ഒരു നാഥൻ നമുക്ക് വേണ്ടിയുണ്ട്. അദ്ദേഹത്തെ മാത്രം സ്മരിക്കുക. ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലാക്കുക, അദ്ദേഹം നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല. ചക്രേണത്വം നക്രവര്യം വ്യതാരി. ചക്രം ഉപയോഗിച്ച് ഭഗവാൻ മുതലയെ അർത്തു. ഗന്ധർവസ്മിൻ മുക്തശാപേ, ശാപമോക്ഷം കൊടുത്തു. സഹസ്തി ത്വത്സാരൂപ്യ പ്രാപ്യം ദേദീപ്യതേ സ്മം. ആ സ്വരൂപപ്രാപ്തിയോടുകൂടി നന്നായി തിളങ്ങി നിൽക്കുന്നു ഇന്ദ്രദ്യുമ്ന രാജാവ്. 10ാമത്തെ ശ്ലോകം. ഏതത് വൃത്തം, ഈ ഒരു സംഭവം, ത്വം ച മാം ച. ഇവിടെ പറയുന്നു ഫലസ്തുതി ആട്ടോ. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ദശകത്തിൽ ഇങ്ങനെ ഒരു ഫലസ്തുതി ഉണ്ടോ എന്ന്, അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഏതത് വൃത്തം, ഈ ഗജേന്ദ്ര മോക്ഷം, ത്വാം ച മാം ച. അതായത് ഭഗവാൻ സ്വയം ഗജേന്ദ്രനോട് പറയുകയാണ്, ഏതത് വൃത്തം, ഈ ഒരു സംഭവം, ത്വാം ച മാം ച, ഗജേന്ദ്ര നീ അനുഭവിച്ച യാതനകളെക്കുറിച്ചും ഞാൻ നിനക്ക് നൽകിയ കാരുണ്യത്തെക്കുറിച്ചും, പ്രഗേയെ ഗായത്തെ, ആരാണോ സ്തുതിക്കുന്നത്, അതിരാവിലെ സ്തുതിക്കുന്നത്, പ്രഗേയ ഗായത്തെ, അതിരാവിലെ ആരാണോ സ്തുതിക്കുന്നത്, സ അയം ഭൂയസേ ശ്രേയസ്യാത്, അവൻ തീർച്ചയായിട്ടും മോക്ഷത്തിലേക്കെത്തും, വൈകുണ്ഠത്തിലേക്കെത്തും. ഇതി ഉക്ത്വൈനം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, തേന സാർദ്ധം ഗതത്വം ധിഷ്ണയം, ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി. വിഷ്ണു പാഹി, ആ വിഷ്ണു എന്നെ രക്ഷിക്കട്ടെ. വാതാലയേശ, ഗുരുവായൂരപ്പനായിട്ടുള്ള ആ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് 26ാം ദശകത്തിൽ. സത്യം പറഞ്ഞ ഇത്ര ഇമോഷണലായിട്ട് ഞാൻ ഒരു ദശകം ഇതുവരെ എടുത്തിട്ടില്ല. ആദ്യത്തെ ദശകമൊക്കെ ഒരുപാട് ഭക്തർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ചർച്ച ചെയ്ത നരസിംഹ ചരിത്രവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഗജേന്ദ്ര മോക്ഷം, അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് നാരായണീയ ദിനത്തിൽ കുറേ ദശകങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറഞ്ഞതൊരു 30ാമത്തെ ദശകം വരെയെങ്കിലും ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒറ്റ ദശകത്തിൽ എൻ്റെ കപ്പാസിറ്റി തീർന്നു. ഇനി ഒന്നും പറയാൻ, നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ, ഇനി ഒന്നും പറയാൻ എനിക്ക് ശക്തിയില്ല. എൻ്റെ ശക്തിയെല്ലാം തീർന്നിരിക്കുന്നു. കാരണം ആ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ വാക്കുകൾക്ക് ഒരു സീമയുണ്ട്, പരിമിതികളുണ്ട്. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ കഴിയില്ല. അനുഭവത്തിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്താണെന്ന് അത് നമുക്കെല്ലാവർക്കും അനുഭവത്തിൽ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കുക. അതിൽ പരം ഈ പ്രപഞ്ചത്തിൽ വേറൊരു സത്യമില്ല. ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. അദ്ദേഹത്തിൻ്റെ നാമം ഹൃദയം കൊണ്ട് ജപിക്കുക. അല്ലാതെ വേറൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. വേറൊന്നും നമ്മളെ സഹായിക്കത്തില്ല.
അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി വൈകുന്നേരം 7 മണിക്ക് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഇന്ന് എന്തോ പറയുന്നത്, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഇനി വൈകുന്നേരത്ത് നമുക്ക് 7 മണിക്ക് മഹാഭാരതത്തിൽ കാണാം. നാളെ രാവിലെ ശ്രീമദ് ഭാഗവതത്തിലും. ഇനി നാളെ ഉച്ചയ്ക്ക് നമുക്ക് നാരായണീയത്തിൻ്റെ അടുത്ത ദർശനത്തിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ.